വർഷവും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് ശ്രീജ സുരേന്ദ്രൻ, അതേപോലെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൂടാടി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകനും ശ്രീ പലാരി അമ്പലം സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട വത്സൻ മാസ്റ്ററാണ്. മാഷയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ മുതിർന്ന ഉപദേശക സമിതി അംഗം രഘുവേട്ടൻ, നിങ്ങൾക്കറിയില്ല, നമ്മൾ പ്രദീപാട്ടൻ തോട്ടടയാണ്, ഒരു നല്ലൊരു ഗായകനാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. വീടൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മളെ ഇന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വൈഫ് ലേഖേച്ചി അടയ്ത വൈഫ് ഒരു പുതുവണ്ട വൈഫ് അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ശ്രീജ സുരേന്ദ്രനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെറിയ ഒരു ക്ലബ്ബാണ് ന്യൂ ഡ്രീംസ് ക്ലബ്ബ്. അതിൽ ഇന്ന് വലിയൊരു സംഘമാണ് നമ്മൾ നടത്തുന്നത്. അതായത് ശ്രീനാരായണ ഗുരു ജയന്തിയോടെ ആഘോഷിച്ചും കൊണ്ട് നമ്മളിവിടെ ചെറിയ കലാപരിപാടികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഇന്ന് മഴയില്ലാതിരിക്കട്ടെ നമ്മുടെ ഈ പരിപാടി കഴിയുന്നത് വരെ. അപ്പോൾ ഞാൻ നമ്മുടെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് വത്സൻ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. മൈക്ക് ഞാൻ മാഷക്ക് കൈമാറുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ പ്രദീപൻ, ഇതിൻ്റെ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രഘുത്തമൻ, ബാക്കി എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, പിഞ്ചുകുട്ടികളെ, വിദ്യാർത്ഥികളെ, ഗുരുജനങ്ങളെ, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സദസ്സ് സ്വരൂപിച്ചെടുക്കുവാനും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം വളരെ വിശാലമായി തന്നെ കൊണ്ടാടുവാൻ വേണ്ടി ഈ ന്യൂ ഡ്രീംസ് പലേരിക്കുളം തീരുമാനിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇപ്പം ശ്രീ പ്രദീപൻ പറഞ്ഞതുപോലെ 4 വരി പാട്ട് പാടാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സംഭാവന നിർവഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രാധാന്യങ്ങൾ ചെറുങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഭാരതത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. 1839 ടാറ്റ, ജംഷഡ്ജി ടാറ്റ ജനിച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രംഗത്ത് വന്നെങ്കിലും ഭാരതത്തിൽ ടാറ്റ തൊടാത്ത ഒരു മേഖലയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ടാറ്റന്റെ വണ്ടിയാണ്, ടാറ്റയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബഹുമാനമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും മോശമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഈ ടാറ്റയ്ക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരു ഭാരതത്തിൽ ജന്മമെടുക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവനന്തപുരത്ത്. അതാണ് ഭാരതത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു പോരാളി തന്നെ എന്ന് പറയാം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട്. പരിഷ്കരണ പ്രക്രിയകൾ അത് പല പ്രസ്ഥാനങ്ങൾക്കും ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നാന്ദി കുറിക്കാൻ അതൊരു അവസരം ലഭിച്ചു എന്നുള്ളത് പ്രത്യേകതയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ആഗസ്റ്റ് 20 തിങ്കളാഴ്ച ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ആഗസ്റ്റ് 20 ഇന്നും നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു, അവധി നൽകിക്കൊണ്ട്. ആദ്യത്തെ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഗുരു അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയായിരുന്നു. പിതാവിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് ഉപരിപഠനത്തിനായിട്ട് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അദ്ദേഹം കണ്ടെത്തിയത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, വിദ്യ അഭ്യസിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ വീട്ടിൽ പോയിട്ട് കുട്ടിയെ കൊണ്ടാക്കുകയും വിദ്യ അഭ്യസിച്ച് ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു സമ്പ്രദായവുമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥാപാത്രമാണ് ഏകലവ്യൻ. ഏകലവ്യന് പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് വിദ്യ അഭ്യസിക്കാനുള്ള ചാൻസ് ലഭിച്ചിരുന്നില്ല. ഏകലവ്യൻ സ്വന്തമായിട്ട് ശസ്ത്രവിദ്യ പഠിച്ചു, വില്ലാളി വീരനായി മാറി. അപ്പോ ഗുരുദക്ഷിണ കൊടുക്കണം, അംഗീകരിക്കണമെങ്കിൽ ഗുരു വിളിച്ചിട്ട് ദക്ഷിണ ആവശ്യപ്പെട്ടത് തന്റെ ചുണ്ടുവിരലായിരുന്നു. ആലോചിച്ച് നോക്കുക, അന്നു മുതൽ ഈ ക്രൂരത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഗുരു തന്റെ വലതു കൈയുടെ ചൂണ്ടുവിരൽ ആവശ്യപ്പെട്ടത്. ഒരു സംശയവുമില്ലാതെ ഏകലവ്യൻ തന്റെ അസ്ത്രം കൊണ്ട് വിരല് മുറിക്കുകയും ഇലയിൽ വെച്ചിട്ട് ഗുരുദക്ഷിണയായും കൊടുത്ത മഹാപാരമ്പര്യമുള്ള ഒരു നാടാണ് ഭാരതം. ഒരു ഉദാഹരണം. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് കരഞ്ഞുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതത്തിൽ 1856 ആ കാലഘട്ടത്തിലൊക്കെ നടന്നിരുന്നത്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ അദ്ദേഹം 1903 ജനുവരി 7 SNDP യോഗ സ്ഥാപനം നടത്തി. 1911 ഇന്ത്യ മുഴുവൻ പര്യടനം നടത്തിയ ശ്രീനാരായണ ഗുരു കേരളത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ദക്ഷിണേന്ത്യയിലും മറ്റും അദ്ദേഹം സഞ്ചരിച്ച് തന്റെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. 1912 ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചു. 1914 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1916 മദ്രാസിൽ കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചു. 1922 മഹാകവി രവീന്ദ്രനാഥ ടാഗോറും 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ശ്രീനാരായണ ഗുരുവൊക്കെ ജന്മമെടുത്തത്. അതിനുവേണ്ടി പോരാടിയ ഒരു പോരാളിയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ വചനം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് തന്റെ ശിഷ്യന്മാരോട് പ്രചരിപ്പിക്കുവാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചിരുന്നു. താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ ക്ഷേത്രപ്രവേശനത്തിന് അന്നുണ്ടായിരുന്ന പ്രയാസങ്ങൾ, തടസ്സങ്ങൾ നീക്കിയെടുക്കാൻ ഒരു പോരാളിയായി ശ്രീനാരായണ ഗുരു എന്നും രംഗത്തുണ്ടായിരുന്നു. 1928 അസുഖബാധിതനായി അതിനെ തുടർന്ന് സെപ്റ്റംബർ 20 ഇഹലോകവാസം വെടിഞ്ഞത്. അദ്ദേഹത്തെ എന്നും ഭാരതീയർ, പ്രത്യേകിച്ച് കേരളീയർ ഓർക്കുന്നു, നമിക്കുന്നു ഗുരുവിന്റെ മുന്നിൽ. സാധാരണ നമ്പൂരി ഫലിതം എന്നുള്ള ഒരു പരിപാടി ഉണ്ടാകാറുണ്ട്. നമ്പൂരി ഫലിതം എന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഒരു തവണ വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന നമ്പൂതിരി ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു, താങ്കളുടെ പേര്? ശ്രീനാരായണ ഗുരു പറഞ്ഞു, നാരായണൻ. കുറെ ആലോചിച്ചതിന് ശേഷം നമ്പൂതിരി വീണ്ടും ചോദിച്ചു, താങ്കളുടെ ജാതി? ശ്രീനാരായണ ഗുരു പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോ നമ്പൂതിരി വീണ്ടും ആലോചിച്ചിട്ട് പറഞ്ഞു, മനസ്സിലായില്ല കണ്ടപ്പോൾ. കണ്ടാൽ മനസ്സിലായവര്, മനസ്സിലാക്കാത്ത ആൾക്ക്
കേട്ടാലും മനസ്സിലാവൂല എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു അവിടെ നിർത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യജാതി എന്നുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിലെ എല്ലാവരും ഇന്നും ആരാധിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടത്തിയ ഈ ചടങ്ങ്. എല്ലാ ആശംസകളും നേരുന്നു. ഇത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി രഘുവേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹൃദയരെ, കുട്ടികളെ, എല്ലാവർക്കും ആശംസകൾ. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. മുമ്പൊക്കെ കാവൻമൂലയിലും പരിസരത്തുമൊക്കെ പായസദാനങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ വർഷവും സമുചിതമായി ആഘോഷിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവർ, പക്ഷേ നമ്മൾ അവിടെ നിന്ന് എത്താൻ പറ്റുന്നില്ല. എങ്കിലും ഇത്തരത്തിലൂടെ ഒരു ചടങ്ങ് നമുക്ക് സംഘടിപ്പിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. ായി പ്രസംഗിക്കാൻ ശ്രീ പ്രദീപ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീനാരായണ ഗുരു ജയന്തി പ്രമാണിച്ചിട്ട് ഈ നാട്ടുകാർ ഇങ്ങനെയും നല്ലൊരു വിപുലീകരിച്ചൊരു പ്രോഗ്രാം ഒരുക്കി തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ സുരേന്ദ്രേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവന്റെ 170-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. അനീതിക്കും അനാചാരത്തിനും സവർണ മേധാവിത്വത്തിനെതിരെ പടപൊരുതിയ ശ്രീ ഗുരുദേവന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് നമിക്കാം. അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ആഘോഷിക്കാനെത്തിയ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വൈസ് പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ടോ? ഓഗസ്റ്റ് 15-ന് പലേരി വെസ്റ്റ് സ്കൂളിൽ നിന്നും നമ്മുടെ ഇന്ദ്രദർശന് പ്രസംഗ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. അതേപോലെ ക്വിസ് മത്സരത്തിലും 1ാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ദ്രദർശ് ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളിവിടെ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ന്യൂഡിസ് ക്ലബ് അംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. വെള്ളനെ പറയൂ, ചെറിയൊരു ടെൻഷൻ കൊണ്ടാണ് ആരും ഇതാണ് പറയും. നല്ലോണം സംസാരിക്കുന്നതാണ്, സഭാകമ്പം ഇല്ലാതെ സംസാരിക്കും. നല്ലൊരു കൈയുടെ
പ്രാർത്ഥന ഗാനത്തിനായി നമ്മുടെ കുട്ടികളെ ക്ഷണിക്കുകയാണ്. പ്രശ്നമില്ല. പ്രാർത്ഥന. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. അടുത്തതായി ന്യൂ ഡ്രീംസ് ക്ലബ്ബ് ഒരുക്കുന്ന കലാപരിപാടികൾ ആരംഭിക്കുകയായി.